നമസ്കാരം. സിപിഎമ്മിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഭ്യന്തര ചർച്ച മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. ഇദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. 2022 ഏപ്രിൽ മാസത്തിൽ കണ്ണൂരിൽ വെച്ച് നടന്ന 23ാമത് പാർട്ടി കോൺഗ്രസിലാണ് സിപിഎം ഒരു വിപ്ലവകരമായ തീരുമാനം എടുക്കുന്നത്. സംഘടനാ നേതൃത്വത്തിൽ തുടരാനുള്ള പ്രായപരിധി അതുവരെ ഉണ്ടായിരുന്ന 80 വയസ്സിൽ നിന്നും 75 വയസ്സിലേക്ക് ചുരുക്കാൻ പാർട്ടി അന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രായം 75 കഴിഞ്ഞ ഒട്ടനവധി മുതിർന്ന നേതാക്കൾക്ക് ഒരു മുഖനോട്ടവുമില്ലാതെ പാർട്ടി കമ്മിറ്റികളിൽ നിന്നും പോളിറ്റ് ബ്യൂറോകളിൽ നിന്നും പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. എന്നാൽ അന്ന് 77 വയസ്സുണ്ടായിരുന്ന പിണറായി വിജയന് മാത്രം പാർട്ടി ഒരു പ്രത്യേക ഇളവ് അനുവദിച്ചു. കാരണം മറ്റൊന്നുമല്ല, അന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഇളവ് അനിവാര്യമാണെന്നായിരുന്നു പാർട്ടിയുടെ ന്യായീകരണം. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിടുകയും ഭരണം നഷ്ടപ്പെടുകയും ചെയ്തതോടെ ഈ പ്രായപരിധി ഇളവ് വീണ്ടും പാർട്ടിക്കുള്ളിൽ വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന പാർട്ടി കോൺഗ്രസിൽ വീണ്ടും ഒരു തുടർ ഭരണം പ്രതീക്ഷിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം പിണറായി വിജയന് വീണ്ടും പ്രായപരിധിയിൽ ഇളവ് നൽകി തെരഞ്ഞെടുപ്പ് നയിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. മൂന്നാം ഭരണം കിട്ടുമെന്നും പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും കരുതിയാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇളവുകൾ തുടർന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുമുന്നണിക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോയതോടെ പിണറായി വിജയൻ വെറും ഒരു പ്രതിപക്ഷ നേതാവായി മാറി. ഇവിടെയാണ് പാർട്ടിക്കുള്ളിലെ അണികളും മറ്റു മുതിർന്ന നേതാക്കളും ചോദ്യമുയർത്തുന്നത്. മുഖ്യമന്ത്രി പദവി ഉള്ളതുകൊണ്ടാണ് അന്ന് ഇളവ് നൽകിയതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമില്ലാത്ത പിണറായി വിജയൻ എന്തിനാണ് പോളിറ്റ് ബ്യൂറോയിലും പ്രതിപക്ഷ നേതാവ് പദവിയിലും ഈ ഒരു പ്രായപരിധി ഇളവ് വീണ്ടും വെച്ചു നീട്ടുന്നത്? പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളെ 75 വയസ്സ് തികയുമ്പോൾ നിർദ്ദയം മാറ്റാൻ കാണിച്ച ആ ഒരു ആർജവം എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം ഇല്ലാതെ പോകുന്നത്? പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ എന്നും ഒരു കടുത്ത ചോദ്യം ചെയ്യപ്പെടാത്ത അനിഷേധ ശക്തിയായിരുന്നു. VS പിണറായി വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന 2007 പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഏതാനും മാസങ്ങൾക്കകം അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് PBയിലേക്ക് തിരികെ വരികയും ചെയ്തു. അതിനുശേഷം പാർട്ടിയുടെ അവസാന വാക്കായി പിണറായി വിജയൻ മാറുകയായിരുന്നു. തക്കതായ ഒരു കാരണം കൂടാതെ പിണറായിയെ PBയിൽ നിന്നും മാറ്റാൻ കേന്ദ്ര നേതൃത്വത്തിന് പോലും ധൈര്യമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ 2026 ഈ ഒരു കനത്ത പരാജയത്തിന് പിന്നാലെ കഥ ആകെ മാറിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ കടുംപിടുത്തങ്ങളും അദ്ദേഹത്തിന്റെ അമിതമായ വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തന ശൈലിയുമാണ് പാർട്ടിയെ ഈ ഗതിയിൽ എത്തിച്ചതെന്ന വികാരം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ തന്നെ ശക്തമാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പഴയ പിണറായി ശൈലിയും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ ഗൗരവത്തോടെ ഇഴകീറി പരിശോധിക്കപ്പെടുകയാണ്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായിക്ക് മേൽ വെച്ചു നീട്ടാൻ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ഇപ്പോൾ ശക്തമായി രംഗത്തുണ്ട്. പാർട്ടിക്കുള്ളിലെ ഈ ഒരു ഇരട്ടത്താപ്പ് സാധാരണക്കാരായ അണികൾക്ക് പോലും ദഹിക്കുന്നില്ല. മറ്റുള്ളവർക്ക് നിയമം പിണറായിക്കിളവെന്ന ആ ശൈലി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന വിമർശനം ശക്തമാണ്. ഒരു വശത്ത് പദവികൾ നിലനിർത്താൻ പ്രായപരിധി നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. പിണറായി ഇനിയും തുടരും, ഒപ്പം പാർട്ടിയുടെ അന്ത്യവും വിദൂരമല്ല.